ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കർക്കിടക മാസത്തിൽ ഉറപ്പായിട്ടും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് എള്ള് വിളയിച്ചത്. അതും നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പ്രധാന ഐറ്റമായ എള്ള എടുത്തിട്ടുണ്ട്. കറുത്ത എള്ളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് എള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കാം. ഇതിൽ പൊടി അഴുക്കൊക്കെ കാണും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ എള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എള്ളിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും ഒക്കെ എള്ള് സഹായിക്കുന്നു. അതുപോലെ തന്നെ എള്ളിൽ അടങ്ങിയിട്ടുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. എള്ളിലുള്ള നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തെ സഹായിക്കാനും മലബന്ധം അകറ്റാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. എള്ള് ദിവസവും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കഴുകിയെടുത്ത എള്ള് ഒരു അരിപ്പയിലോട്ട് മാറ്റാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കഴിയുമ്പോൾ ഒരു കോട്ടൺ തുണിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫാനിൻ്റെ താഴെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാടിക്കിട്ടും. ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കരിപ്പേട്ടിയാണ്. ഞാനിവിടെ 1/2 കപ്പ് കരിപ്പേട്ടി എടുത്തിട്ടുണ്ട്. കരിപ്പേട്ടിക്ക് പകരം ശർക്കര വേണമെങ്കിലും എടുക്കാം. എന്നാലും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് കരിപ്പേട്ടി തന്നെയാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഉരുക്കിയെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അവലിട്ട് കൊടുക്കാം. ഞാനിവിടെ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. മട്ട അവൽ തന്നെ കഴിവതും എടുക്കാൻ നോക്കുക. 2 കപ്പ് മട്ട അവൽ ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഇളക്കി ഒന്ന് വറുത്തെടുക്കാം. വറുത്ത അവലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കണം കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഒന്ന് തരുതര പൊടിയുന്ന പരുവത്തിൽ നമുക്കിത് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന എള്ള് ഇട്ട് കൊടുക്കുക. എള്ളിൻ്റെ വെള്ളമൊക്കെ വാർന്ന് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എള്ളും നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം. എള്ളിൽ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. നല്ലതുപോലെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും എള്ള് നല്ലപോലെ മൂത്ത് എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഈ എള്ളും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കാം, നല്ല ടപ്പേന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് എള്ള് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് നിലക്കടല കൂടി വറുത്തെടുക്കാം. ഞാനിവിടെ വറുത്ത നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാത്രമേ എടുക്കുന്നുള്ളൂ. വറുക്കാത്ത നിലക്കടലയാണ് എടുക്കുന്നതെങ്കിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് നന്നായി ചൂടായി വന്ന ശേഷം ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങ മതി കേട്ടോ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരുന്ന വരെ മൂപ്പിച്ചാൽ മതി. ഒരുപാട് ഡ്രൈ ആയി കളറൊന്നും മാറണ്ട. നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കരിപ്പെട്ടി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ 1/2 കപ്പ് കരിപ്പെട്ടി ഉരുക്കിയത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ കരിപ്പെട്ടി ഉരുക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തേങ്ങയിലേക്ക് കരിപ്പെട്ടിയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വന്ന ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അവലും ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കരിപ്പട്ടിയൊക്കെ ആ വലിയ എള്ളിലൊക്കെ നന്നായി പിടിച്ചു വരും. ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തണുക്കുമ്പോൾ നല്ല ഡ്രൈ ആയി കിട്ടും കേട്ടോ. നമുക്കിത് ടിന്നിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അവസാനം ഇതിലേക്ക് കുറച്ച് ഏലക്കയും ചുക്കും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ എള്ള് വിളയിച്ചത് ഇവിടെ റെഡിയായി. അപ്പോൾ കർക്കിടക മാസത്തിൽ ഉറപ്പായിട്ടും കഴിച്ചിരിക്കേണ്ട ഒന്നാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, കുറച്ച് നാളിരിക്കും. ഇത് നല്ലതുപോലെ തണുത്ത ശേഷം ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.